കൊച്ചിയിൽ സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയതിൽ നിർണായകമായത് ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ ലഭിച്ച മൊഴി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് മൊഴി ലഭിച്ചു. ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ നിത്യസന്ദർശകരാണെന്നും എല്ലാവർക്കും ഫ്ളാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കോമൺ കീ ആണെന്നും മൊഴി ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശരത് എസ് ചേരുന്നുണ്ട്. ശരത് എസ്, കൊച്ചിയിൽ സംവിധായകരെ കുടുക്കിയ റെയ്ഡിന് കാരണമായത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട മൊഴിയാണെന്ന് മനസ്സിലാക്കുന്നു. സിനിമാ ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മൊഴികൾ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അൽകുമാർ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ സംശയിക്കപ്പെടുന്നതിനപ്പുറം ഇവർ മൊഴി നൽകിയതിലുള്ള ആളുകളൊക്കെ തന്നെ വിളിച്ചു വരുത്താതെ തന്നെ നേരിട്ട് പോയി അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള പല അണിയറ പ്രവർത്തകരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ്, അതായത് വിവരങ്ങൾ തേടുകയാണ്, ചോദ്യം ചെയ്യുകയല്ല, അവരിൽ നിന്നൊക്കെ തന്നെ വിവരം തേടിയിട്ടുണ്ട്. അങ്ങനെ വിവരം തേടിയ സമയത്താണ് ഇത്തരത്തിൽ കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം കൂടുതൽ നടക്കുന്നുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. ഒരു കോമൺ കീ വെച്ചിട്ട് ഈ ഫ്ളാറ്റിൽ ആളുകൾക്ക് വന്നു കയറാം. അതായത് ഫ്ളാറ്റിന് പുറത്ത് കാർപ്പറ്റിന് താഴെ ഒരു കീ വെച്ചിട്ടുണ്ട്. ആ കീ വെച്ച് വാതിൽ തുറന്ന ശേഷം കീ അവിടെ തന്നെ വെച്ച ശേഷം അകത്ത് കയറി മറ്റൊരു കീ ഉപയോഗിച്ച് ഈ ഫ്ളാറ്റ് ലോക്ക് ചെയ്യാം. അങ്ങനെ ആർക്കും എപ്പോഴും വന്ന് കയറി ലഹരി ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ ഫ്ളാറ്റിന്റെ പ്രത്യേകത. അങ്ങനെ അതിനുവേണ്ടി ലഹരി ഉപയോഗത്തിന് വേണ്ടി മാത്രമായിരുന്നു ഈ ഫ്ളാറ്റ് ഉപയോഗിച്ചിരുന്നതെന്നും പറയുന്നു. അങ്ങനെ എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ എക്സൈസ് ഇത്തരത്തിൽ വിവരം കൊച്ചിയിലേക്ക് കൈമാറിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഈ എക്സൈസും ഇതേപോലെ തന്നെ, അതായത് കീ പുറത്തുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറാൻ വേണ്ടി സാധിച്ചു. ഇത് ഉപയോഗിക്കാൻ ആരോ കടന്നു വരികയാണ് എന്നുള്ളതായിരുന്നു സംവിധായകരും കണക്കാക്കിയത്. തുടർന്ന് അകത്ത് കയറിയ സമയത്താണ് ഇത് എക്സൈസ് ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവരെ കൈയോടെ തന്നെ പിടികൂടാനും സാധിച്ചു. പലരും ഇവിടെ എത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും എക്സൈസിന് ലഭിച്ച വിവരം. ഈ പിടികൂടിയ 3 പേർക്കപ്പുറം സംവിധായകരായ 2 പേരും ഒരു അണിയറ പ്രവർത്തകർ, അങ്ങനെ 3 പേർക്കപ്പുറം ഇത് വലിയ സിനിമാ താരങ്ങളടക്കം ഇവിടെ വന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി എക്സൈസ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളടക്കം അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ നിർണായകമായത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് തന്നെയാണ്. തസ്ലീമയിൽ നിന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലും വിവരശേഖരണത്തിന്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ താരങ്ങളും സംവിധായകരും ഇങ്ങനെ ഇവരിൽ നിന്നൊക്കെ ലഹരി കണ്ടെത്തുകയും പിടികൂടുകയും ഒക്കെ തന്നെ ചെയ്യാൻ എക്സൈസിന് സാധിച്ചത്. എന്തായാലും ഈ അന്വേഷണം ഊർജിതമായി നടക്കും. ഈ തസ്ലീമയുടെ കേസ് ഒരു ചെറിയ കേസായിട്ടല്ല കാണുന്നത്. സംസ്ഥാനത്തുടനീളം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ മൊഴിപ്രകാരം പലർക്കും ഇവർ ലഹരി കൈമാറിയിട്ടുണ്ട്. ഇവരുടെ ഇടപാടുകാരായി അല്ലെങ്കിൽ ഇടനിലക്കാരായി പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ചോദ്യം ചെയ്താൽ ഇത്തരത്തിൽ ആരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിർണായകമാണ് ഇന്നിപ്പോൾ ഈ സിനിമാ താരങ്ങളെ കൂടി ചോദ്യം ചെയ്തത്. അതായത് താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യുന്നതോടുകൂടെ ഇക്കാര്യങ്ങളിലടക്കം, അതായത് കൊച്ചിയിൽ ഒടുവിൽ പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവിന്റെ കേസിലടക്കം കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷ കൂടി എക്സൈസിനുണ്ട്. ആ രീതിയിൽ സിനിമാ മേഖലയിലേക്കുള്ള ഒരു വ്യാപകമായ അന്വേഷണത്തിന് തുടക്കമായിട്ടാണ് ഈ കേസിന് എക്സൈസ് കാണുന്നത്. ഓക്കെ ശരത്, ഇപ്പോൾ ശരത്ത് നിൽക്കുന്ന എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 3 പേരെയും ഒരുമിച്ചിരുത്തിയാണോ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ശരത്? നിലവിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ, അതായത് വെവ്വേറെ ഇരുത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവരിൽ നിന്ന് വിവരശേഖരണം നടത്തുകയാണ്. നിലവിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തെളിവ് നിരത്തി എന്തായാലും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇവരെ വെവ്വേറെ ഇരുത്തിക്കൊണ്ട് വിവരങ്ങൾ തേടുന്നു. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ തേടുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ഒപ്പം ഈ താരങ്ങൾക്കൊപ്പം തന്നെ ഈ മോഡലിനെ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലുണ്ടാകും. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ ആളുകളും, അതായത് എല്ലാവരെയും വെവ്വേറെ ഇരുത്തി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. നിലവിൽ ആദ്യഘട്ടത്തിൽ ഒരു താരത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിനുശേഷം മറ്റൊരു താരത്തെയും ഒപ്പം ഈ മോഡലിനെയും ചോദ്യം ചെയ്യും. പിന്നീട് ഇവരെ ഒരുമിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉപയോഗവും വിതരണവും ആർക്കൊക്കെ കൈമാറി, ആർക്ക് ലഹരി ഉപയോഗം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് അത്തരം വിവരങ്ങൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചുവിടണമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ സമയം 9:40 ആവുന്നു. 2 മണിക്കൂർ ആവുന്നുവല്ലേ? അപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ കഴിയില്ല എക്സൈസിന്. അതാണ് നേരത്തെ ACP സൂചിപ്പിച്ചത്. AEC പറഞ്ഞത് എങ്ങനെയാണ്, അതായത് ഇതിൽ നിയമപ്രകാരം അങ്ങനെ ഒരു സമയം കണക്കുണ്ടെങ്കിൽ അനുവദിക്കാൻ കഴിയുമെങ്കിൽ അനുവദിക്കും. പക്ഷേ ഇതിൽ വിവരങ്ങൾ തേടേണ്ടത് നിർണായകമാണ്. ഇതിൽ
ഷൈൻ ടോം ചാക്കോ പറയുന്നത് താൻ ചികിത്സയുടെ ഭാഗമായിട്ടാണ്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അതിനപ്പുറം ഈ ചോദ്യങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഇന്നത്തെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്താതെ ഇവരെ വിട്ടയക്കാനുള്ള സാധ്യതയില്ല. ഇതിൽ ഇവർ ഇനിയിപ്പോൾ പ്രതി ചേർക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ പ്രതി ചേർക്കാനും അറസ്റ്റിനും ഉൾപ്പെടെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗം വിട്ടയക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇപ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ്. അതായത് 3 താരങ്ങളെയും ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ താരങ്ങൾക്കൊപ്പം ഈ മോഡലിനെ കൂടി ഇരുത്തി ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. അങ്ങനെ എത്ര എളുപ്പം കഴിയുന്ന ചോദ്യം ചെയ്യലല്ല, വൈകുന്നേരം വരെ നീളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ആവശ്യം എന്തായാലും അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു. എസ് ശരത്താണ് വിവരങ്ങൾ നൽകുന്നത് ആലപ്പുഴയിൽ നിന്നും. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ചോദ്യമുനയിൽ എത്തിയിട്ട് 2 മണിക്കൂർ ആവുന്നു.